ഹലോ ഫ്രണ്ട്സ്, ചിലങ്കയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഞാൻ മുമ്പേ ഒന്ന് ചിലങ്കയിൽ നിന്ന് തുടങ്ങിയായിരുന്നു. കോപ്പിറൈറ്റ് ആണെന്ന് പറഞ്ഞ് യൂട്യൂബ് മെസ്സേജ് അയച്ചു. അതായത് ഇതിൻ്റെ അകത്ത് ചില പാട്ടുകളുണ്ട് ഡാൻസിൻ്റെ കൂട്ടത്തിൽ, അത് കോപ്പിറൈറ്റ് ആണെന്നും പറഞ്ഞ് മെസ്സേജ് അയച്ചായിരുന്നു. യൂട്യൂബ് പറഞ്ഞാലേ അനുസരിക്കാതിരിക്കാൻ വയ്യല്ലോ. അതുകൊണ്ട് ആ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും ഒന്നുകൂടെ സൗണ്ട് കൊടുക്കുന്നതാണ്, പാട്ടുള്ളതിൻ്റെയൊക്കെ പാട്ട് കളഞ്ഞിട്ട്. അപ്പോൾ ഇത് മറ്റൊന്നുമല്ല കേട്ടോ, നമ്മുടെ കുഞ്ഞുമക്കളുടെ ആനുവൽ ഡേ ആയിരുന്നു. അപ്പം കുഞ്ഞുങ്ങളുടെ ഒരു ക്ലാസിക്കൽ ഡാൻസ് ഉണ്ട്. അതിനായിട്ട് കുഞ്ഞുങ്ങൾ വീട്ടിൽ നിന്ന് തന്നെയാണ്, ഞാൻ തന്നെയാണ് അവരെ മേക്കപ്പ് ഒക്കെ ഇട്ട് ഒരുക്കുന്നത്. അപ്പം അവരുടെ ഈ ഐറ്റത്തിന് വേണ്ടി ഒരുക്കുന്നതാണ്. നമ്മളോട് 4:45 സ്കൂളിൽ എത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 5 മണിക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമെന്ന്. അപ്പോൾ നമ്മളിവിടെ 1:30 മണിയായപ്പോൾ ഞാൻ രണ്ടുപേരെയും ഒരുക്കാൻ തുടങ്ങി. കാരണം രണ്ടുപേരെ ഒരുക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞാവയ്ക്ക് ചെറിയൊരു ജലദോഷമൊക്കെ, അപ്പോൾ അവളും വഴക്കുണ്ടാക്കും. അതുകൊണ്ട് മുൻകൂട്ടി നേരത്തെ തന്നെ ഞാൻ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് റെഡിയാക്കി. അപ്പം 4:30 ആയപ്പോൾ നമ്മുടെ മേക്കപ്പും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. 4:45 നമ്മൾ സ്കൂളിലെത്തി. പക്ഷേ സ്കൂളിൽ ആരും എത്തിയില്ല. എല്ലാവരും എത്തി തുടങ്ങുന്നതേ ഉള്ളൂ. ചീഫ് ഗസ്റ്റൊക്കെ വരാനുണ്ട്. നമ്മുടെ തിരുവല്ല രൂപത അതിഭദ്രാസന മെത്രാപ്പോലിത്ത തോമസ് മാർ കുർലോസ് പിതാവ് എത്തിയിട്ടുണ്ട്. പിതാവ് നേരത്തെ തന്നെ എത്തി. പിന്നെ നമ്മുടെ ചീഫ് ഗസ്റ്റായിട്ട് വരുന്ന നമ്മുടെ കോമഡി കോമഡി സ്റ്റാറിലുള്ളതാണോ എന്നറിയത്തില്ല, കോമഡി താരം അയ്യപ്പ ബൈജു ആണ് വരുന്നത്. അതായത് നമ്മുടെ ഈ കള്ളുകുടിയന്മാരെയൊക്കെ നല്ല സൂപ്പറായിട്ട് അനുകരിക്കുന്ന ബൈജു ചേട്ടനില്ലേ, അദ്ദേഹമാണ് വരുന്നത്. അപ്പം പുള്ളിയുടെ കോമഡി പരിപാടികളും പാട്ടും, നല്ല സൂപ്പർ ഗായകൻ കൂടിയാണ് അദ്ദേഹം. അപ്പം നമ്മുടെ ചീഫ് ഗസ്റ്റും പിതാവും എല്ലാവരും വന്നു. നമ്മുടെ കുഞ്ഞുമക്കളെല്ലാവരും പോയി പിതാവിനെയും ഗസ്റ്റിനെയും ഒക്കെ ആനയിച്ചുകൊണ്ട് വരുന്നുണ്ട്. വിശിഷ്ട വ്യക്തികളെല്ലാവരും എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞാൻ ഇവിടുത്തെ ഈ വീഡിയോയ്ക്കകത്തെ സ്കൂളിൽ നിന്നുള്ള പ്രത്യേക സൗണ്ടുകളും പാട്ടുകളും എല്ലാം ഞാൻ വോയിസ് കുറച്ചിട്ടാണ് ഇടുന്നത്. കാരണം കോപ്പിറൈറ്റ് എങ്ങാനും ആയാലോ, യൂട്യൂബിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലേ തിരിച്ചിങ്ങോട്ട് മെസ്സേജ് വിടും. അതുകൊണ്ടാണ്. അപ്പം നമ്മുടെ ബൈജു ചേട്ടൻ്റെ പരിപാടി തന്നെയാണ് ആദ്യമായിട്ട് തന്നെ. അപ്പം പിള്ളേരുടെ ആദ്യം പ്രെയർ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ബൈജു ചേട്ടൻ സംസാരിക്കുന്നു. ബൈജു ചേട്ടൻ്റെ കോമഡി ഉണ്ടായിരുന്നു. പിന്നെ നല്ല സൂപ്പർ ഗാനം ഉണ്ടായിരുന്നു. അടിപൊളി ഗായകനാണ്, അത് പറയാതിരിക്കാൻ വയ്യ. അതിനുശേഷം ഉദ്ഘാടനത്തിന് വിശിഷ്ട വ്യക്തികളെല്ലാവരും തിരിതെളിച്ചതിന് ശേഷം നമ്മുടെ കുഞ്ഞുമക്കളുടെ രണ്ടുപേരുടെയും ഡാൻസ് ആദ്യം തന്നെയായിരുന്നു. പിന്നെ അവർക്ക് പ്രോഗ്രാമൊക്കെ ഉണ്ട് കേട്ടോ, രണ്ടുപേർക്കും വേറെ പ്രോഗ്രാമുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആദ്യം തന്നെയായിരുന്നു അവരുടെ ഡാൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഉദ്ഘാടനമാണ് നടക്കുന്നത്. അതിനുശേഷം നമ്മുടെ കുഞ്ഞുമക്കളുടെ ഡാൻസ്. ഞാനിത് ഓടിച്ചാണ് എടുത്തിരിക്കുന്നത്. കാരണം ഒരു 4 മിനിറ്റ് ഉണ്ട് ഇവരുടെ ഡാൻസ്. അപ്പം എനിക്ക് ഫുൾ വീഡിയോ ഒരു 4 മിനിറ്റ് കൊണ്ട് തീർക്കണം. അപ്പോൾ ഈ ഡാൻസ് ഫുള്ളും വെച്ചാൽ ആ 4 മിനിറ്റിൽ തീരില്ല. അതുകൊണ്ട് ഞാനത് സ്പീഡിലിട്ടിരിക്കുന്നതാണ്. ഡാൻസിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ ഇടാം. അതും കോപ്പിറൈറ്റ് ആയി വരുമോ എന്ന് എനിക്കറിയത്തില്ല, പാട്ടിടുന്നത് കൊണ്ട് അറിയത്തില്ല. എന്നിരുന്നാലും ഇട്ട് നോക്കാം. എൻ്റെ അടുത്തിരിക്കുന്ന ആൾ ഭയങ്കര പ്രശ്നമാണ് ഉണ്ടാക്കുന്നത്. ഓരോ സാധനങ്ങൾ നിലത്തിട്ടിട്ട് എന്നോട് എടുത്തു തരാൻ പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നത്. അപ്പം പിള്ളേരുടെ ഡാൻസൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് ഐറ്റം പരിപാടികളുണ്ടായിരുന്നു. ഒപ്പന, സ്കിറ്റ്, അങ്ങനെ ഒരുപാട് ഡ്രാമ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. കുറച്ചൊക്കെ എനിക്ക് എടുക്കാൻ സാധിച്ചുള്ളൂ. കാരണം നമ്മുടെ കുഞ്ഞുമാവയ്ക്ക് ജലദോഷവും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് അവൾക്ക് ഭയങ്കര വഴക്കായിരുന്നു. പിന്നെ അവിടെ ഭയങ്കര തണുപ്പാണ്, നമുക്ക് സഹിക്കാൻ പറ്റാത്ത തണുപ്പാണ്. അതുകൊണ്ട് എൻ്റെ മേക്കപ്പും കാര്യങ്ങളുമൊക്കെ ഇടയ്ക്ക് പിള്ളേരെ ചെയ്യേണ്ടതൊക്കെ ഞാൻ ചെയ്തിട്ട് ഞാൻ കുഞ്ഞിനെയും കൊണ്ട് വണ്ടിയിൽ പോയിരിക്കുമായിരുന്നു. ചൂടുണ്ടല്ലോ വണ്ടിക്കകത്ത്, നമ്മൾ AC ഇട്ടാൽ ചൂടുണ്ടല്ലോ. അപ്പോൾ വണ്ടിയിൽ പോയി ഇരിക്കുമായിരുന്നു. ഇപ്പം ഇത് ലാസ്റ്റ് പ്രോഗ്രാമാണ്. എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റത്തെ കുഞ്ഞുങ്ങളുടെ ഡാൻസാണ്. ഇതോടുകൂടി ഈ പ്രോഗ്രാം തീരുന്നതാണ്. അത് കഴിഞ്ഞ് പിന്നെ പ്രൈസ് ദാനം മാത്രമേ ഉള്ളൂ, സമ്മാനദാനം മാത്രമേ ഉള്ളൂ. അപ്പം ഇതായിരുന്നു ലാസ്റ്റ് ഐറ്റം. ഇതിൻ്റെ അകത്ത് നമ്മുടെ പൊന്നൂട്ടിയും കൂടി ഉണ്ട് കേട്ടോ. അപ്പം ഇതോടുകൂടിയാണ് പ്രോഗ്രാമൊക്കെ തീർന്നു. ഓക്കെ, ബൈ.